Hello, my dear beautiful boys and beautiful girls. Everybody happy? I am here, Joby. How are you? This is our നിരവധി പേർക്കുണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളാണ് കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത്, അതായത് മലബന്ധം എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ചിലപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പോലും പലപ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വളരെ ഈസി ആയിട്ട് തന്നെ നാച്ചുറൽ രീതിയിൽ തന്നെ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ അവോയ്ഡ് ചെയ്ത് നിർത്താൻ സാധിക്കും. എന്തായാലും അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വായലങ്കൽ. മലബന്ധം ഒഴിവാക്കുവാൻ വേണ്ടിയുള്ള 2 ഹോം റെമഡിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. എന്താണെങ്കിലും ആ ഒരു ഹോം റെമഡിയിൽ ആദ്യത്തെ എന്നത് ഇത് നമ്മുടെ സാധാരണ ഡ്രൈ ഗ്രേപ്സ് ആണ്. ഓക്കെ, സാധാരണ ഡ്രൈ ഗ്രേപ്സ് നമുക്ക് അതൊരല്പം എടുക്കാം, ഏകദേശം ഇത്രത്തോളം എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഇടാം. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒഴിക്കാം. നമുക്ക് ഈ ഒരു ഗ്ലാസ് ഏകദേശം 12 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് 12 മണിക്കൂർ ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. ഏകദേശം 12 മണിക്കൂർ കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഈ നമ്മുടെ മുന്തിരിയുടെ എല്ലാ നല്ല ഗുണങ്ങളും ഈ വെള്ളത്തിലേക്ക് വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഡ്രൈ ഗ്രേപ്സ് നല്ല ശരിക്കും സോക്ക് ആവുകയും ചെയ്യും. സോ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡ്രൈ ഗ്രേപ്സ് കൈകൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ ശരിക്കും ഒന്നുകൂടെ പ്രസ് ചെയ്യുക. കാരണം ഇതിൻ്റെ അകത്തുള്ള എല്ലാ നല്ല ഗുണങ്ങളും നമ്മുടെ ഈ വെള്ളത്തിലേക്ക് വരാൻ വേണ്ടി നമുക്കിത് മറ്റൊരു ഗ്ലാസ്സിലേക്ക് ശരിക്കും അരിച്ചെടുക്കാം. ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു വെള്ളം നമുക്ക് അതിരാവിലെ തന്നെ, അതായത് വെറും വയറ്റിൽ ഇത് കുടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരാഴ്ചയിൽ 3-4 തവണ റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ കണ്ടിന്യൂസ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്കുണ്ടാകുന്ന കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത് നമുക്ക് വേണ്ടത് ഇത് ഫ്ലെക്സീഡ് ആണ്. ഈ ഫ്ലെക്സീഡ് മലയാളത്തിൽ സാധാരണ പറയുന്നത് ചണസീഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലെക്സീഡ് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അതല്ല എങ്കിൽ മറ്റുള്ള കടകളിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. എന്നാൽ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാം, അതിലേക്ക് 2 സ്പൂൺ ഫ്ലെക്സീഡ് ഇടാം. അതിനുശേഷം ശരിക്കും ഇളക്കുക. ഇളക്കിയ ശേഷം ഈ ഫ്ലെക്സീഡ് ഇട്ട ഈ വെള്ളം നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഫ്ലെക്സീഡ് എന്നുള്ളത് വളരെ ചെറിയ സീഡാണ്, അതുകൊണ്ട് ഇത് കുടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വയറ്റിലേക്ക് ഇറങ്ങി പൊക്കോളും ഈ ഫ്ലെക്സീഡ്. അതല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കുമ്പോൾ തന്നെ ഈ ഫ്ലെക്സീഡ് ചവച്ചുകൊണ്ട് ഇറക്കുകയും ചെയ്യാം. എന്ത് വേണമെങ്കിലും ആകാൻ കുഴപ്പമില്ല, പക്ഷേ ഈ ഫ്ലെക്സീഡ് നിങ്ങളുടെ വയറ്റിൽ ചെല്ലണം എന്ന് മാത്രം. അപ്പോൾ ഈ 2 മാർഗത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതല്ല, മറ്റൊരു കാര്യം കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, എല്ലാ ദിവസവും ഒരു പഴം വെച്ച് നിങ്ങൾ കഴിക്കാം. ഒരു പഴം വെച്ച് എല്ലാ ദിവസവും കഴിക്കുക. അതായത് ഒരു പഴം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഏത്തപ്പഴം ഒഴിവാക്കി ബാക്കി എല്ലാ തരത്തിലുള്ള പഴങ്ങളും, അതായത് റോബസ്റ്റ, അതല്ലെങ്കിൽ പാളയംകുടൻ, ഞാലിപ്പൂവൻ എന്ന് വേണ്ട ഇതുപോലത്തെ എല്ലാ പഴങ്ങളിലും ഏറ്റവും കുറഞ്ഞത് ഒരു പഴമെങ്കിലും ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ, അതായത് നമ്മുടെ മലബന്ധം നമുക്ക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്ത് നിർത്താൻ സാധിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്കെല്ലാം ഇത് ഫോളോ ചെയ്ത് നോക്കാമെന്നാണ്. 100% വർക്കൗട്ട് ആവുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ആകെ ഗൈസ്, അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാം മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി. ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ജോബി വായനങ്ങളിലേക്കും. കൂടുതൽ വീഡിയോകൾക്കും വിശകലനങ്ങൾക്കുമായി എൻ്റെ 3 യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വായലങ്കൽ.